മാസ്റ്റർ കീയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ നെക്സ്റ്റ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഡാഷ് വാസ് ദ ചെയർമാൻ ഓഫ് ഹൈപ്പർവേർഡ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻ 2009. എന്താണ് ചോദ്യം? എന്താണ് ഹൈപ്പർവേർഡ് കമ്മിറ്റി അല്ലെ? ഹൈപ്പർവേർഡ് കമ്മിറ്റി ആരാണ് അപ്പോയിന്റ് ചെയ്തത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2009 അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഹൈപ്പർവേർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അല്ലെ. ഓപ്ഷൻസ് നോക്കാം. ശിവാജി റാവു പട്ടേൽ ഉണ്ട്, വൈദ്യനാഥൻ, സർ മാൽക്കം ഡാർലിംഗ്, എസ് നിഗലിംഗപ്പ. അപ്പം ആരാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം കേട്ടോ. ശിവാജി റാവു പട്ടേലാണ് ഹൈപ്പർവേർഡ് കമ്മിറ്റി ആരാണ് അപ്പോയിന്റ് ചെയ്തത്. ഇതിൽ 3 ചോദ്യങ്ങളും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോടൊപ്പം പഠിക്കാം. എന്താണ്? ഹൈപ്പർവേർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ആരാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ഏത് വർഷം? 2009 അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ചെയർമാൻ ശിവാജി റാവു പട്ടേൽ ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഹൈപ്പർവേർഡ് കമ്മിറ്റിയുടെ മറ്റ് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് പ്രൊഫഷണലൈസേഷൻ ഇൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പർവേർഡ് കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ ആണ്. അതുപോലെ തന്നെ സൂപ്പർസെഷൻ ഓൺലി ഇൻ അസിസ്റ്റഡ് സൊസൈറ്റീസ് എന്നുള്ള ഒരു റെക്കമെൻഡേഷനും കൂടെ ആര് കൊടുത്തിട്ടുണ്ട്? ഹൈപ്പർവേർഡ് കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ 3 കാര്യങ്ങൾ ഇതുവഴി നിങ്ങൾ പഠിക്കുക. 2009 അതുപോലെ തന്നെ ഹൈപ്പർവേർഡ് കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. ചെയർമാൻ ശിവാജി റാവു പട്ടേലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. An officer who execute the award is called. എന്താണ്? An officer who execute the award. ആരാണ്? സെയിൽ ഓഫീസർ ആണോ, ലിക്വിഡേറ്റർ ആണോ, ആർബിട്രേറ്റർ ആണോ, അതോ അഡ്മിനിസ്ട്രേറ്റർ ആണോ? നമുക്ക് ആരെ പറയാം? നമുക്ക് നോക്കാം. ലിക്വിഡേറ്റർ ആരാണ്? ലിക്വിഡേഷൻ പർപ്പസിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ഓഫീസർ ആണ് ആര്? ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് അല്ലെ. അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്നതാണ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെ. അതുപോലെ ആർബിട്രേറ്റർ എന്താണ്? ആർബിട്രേറ്റർ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സുകൾ ഡീൽ ചെയ്യുന്നത് എവിടെയാണ്? ആർബിട്രേഷൻ കോർട്ടിലാണ്. നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഏതാണ്? സെയിൽ ഓഫീസർ ആണ്. സെയിൽ ഓഫീസർ ഇസ് എ പേഴ്സൺ ഹു എക്സിക്യൂട്ട് ദ അവാർഡ് അല്ലെ. അപ്പൊ അവാർഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണ്? സെയിൽ ഓഫീസർ ആണ്. ഓക്കെ, ഇനി നമുക്ക് സെയിൽ ഓഫീസറുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടെ വരാം. KCS ആക്ടിൽ എവിടെയാണ് സെയിൽ ഓഫീസറിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത്? എവിടെയാണ് സെയിൽ ഓഫീസറിനെ പറ്റിയുള്ള ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പോ നമ്മൾ ഡെഫിനിഷൻസിൽ കൂടുതലും നമ്മൾ സെക്ഷൻ 2 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെഫിനിഷൻസ് മെൻഷൻ ചെയ്യുന്നത്. എന്നാൽ സെയിൽ ഓഫീസറിനെ റൂൾ 2I സെയിൽ ഓഫീസറെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. റൂൾ 2I സെയിൽ ഓഫീസറെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കൂടുതലും എന്താണ് സെക്ഷനുകളുമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് റൂളുകളിൽ ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായി പഠിക്കണം. റൂളുകളിൽ ഡെഫിനിഷൻസും എന്തുണ്ട് ചോദിക്കും കേട്ടോ. അപ്പോൾ സെയിൽ ഓഫീസർ KCS ആക്ടിൽ റൂള് 2I സെയിൽ ഓഫീസറിനെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. ചെയർമാൻ ഓഫ് ദി കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റി അല്ലെ. എന്താണ്? കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റിയുടെ കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് അല്ലെ? ചെയർമാൻ ആരാണ്? നോക്കാം, ഓപ്ഷൻ നോക്കാം. സെക്രട്ടറി എന്താണ്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആണോ? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ്സ്, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ? ഇതൊന്നുമല്ല, നൺ ഓഫ് ദി എബോവ്. എന്താണ് ആൻസർ? എന്താണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. എന്താണ്? സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഒന്നും കൂടെ നോക്കിക്കേ. എന്താണ്? കേരള കോപ്പറേറ്റീവ് ഇൻഫർമേഷൻ ബ്യൂറോ അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സെക്രട്ടറി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അടുത്ത ചോദ്യം. സർചാർജ് ഈസ് ലിവിഡ് അണ്ടർ സെക്ഷൻ ഡാഷ് ഓഫ് ദി KCS ആക്ട്. KCS ആക്ടിൽ എവിടെയാണ് സർചാർജ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? ഏത് സെക്ഷനിലാണ് സർചാർജ് മെൻഷൻ ചെയ്തിരിക്കുന്നത്? 69, 68, 67, 66. ഇത് ഏത് സെക്ഷൻ ആണ്? എളുപ്പമുള്ള ചോദ്യമല്ലേ അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് അല്ലെ. 68 സർചാർജിനെ പറ്റി മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് സർചാർജ്? സർചാർജ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു സൊസൈറ്റിയുടെ എംപ്ലോയീസ് ആവാം,
അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സോ ആകാം. ഈ സൊസൈറ്റിയുടെ ലോക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ആക്ഷൻ, എന്തെങ്കിലും മാനിപ്പുലേഷൻ നടത്തുകയോ ചെയ്യുകയാണ്. അതുവഴി സൊസൈറ്റിക്ക് എന്താണ് നഷ്ടമുണ്ടാവുന്നു, പണപരമായിട്ടുള്ള അല്ലെ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് എന്ത് വരുന്നത്, സർചാർജ് ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ സർചാർജ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, അത്രയും തുക സൊസൈറ്റിക്ക് എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു നഷ്ടപരിഹാരം കൊടുക്കണം. അതുപോലെ തന്നെ 3 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യും കേട്ടോ. സർചാർജ് ചെയ്താൽ 3 വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, സൊസൈറ്റിയിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് സർചാർജുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഡിസ്ക്വാളിഫിക്കേഷൻ എത്ര വർഷമാണെന്നുള്ളത് ചോദിക്കാം. 3 വർഷത്തേക്കാണ് അവിടെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സർചാർജ് KCS ആക്ടിലെ ഏത് സെക്ഷനിലാണ്, സെക്ഷൻ 68 മെൻഷൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ദ നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, NCHFI എന്ന് നമുക്ക് ഷോർട്ടായിട്ട് വിളിക്കാം അല്ലെ. അത് ഏത് വർഷമാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. 1968 ആണോ, 1969 ആണോ, 1970 ആണോ, 1971 ആണോ? ഏത് വർഷമാണ് NCHFI വന്നത്? 1969 കേട്ടോ. 1969 നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. എന്താണ് NCHFI? ഏതാണ്? നമ്മുടെ സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻ ആയ ഹൗസ് ഫെഡിന്റെ നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത്, NCHFI എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഹൗസ് ഫെഡ് അല്ലെ, ഹൗസ് ഫെഡ് നമ്മൾ പറഞ്ഞു അല്ലെ, ഹൗസ് ഫെഡിന്റെ നാഷണൽ ഫെഡറേഷൻ ആണ് എന്ത്, NCHFI എന്ന് പറയുന്നത്. 1969 നിലവിൽ വന്നത്. NCHFIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി കേട്ടോ. NCHFIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പൊ നമുക്ക് ഹൗസ് ഫെഡും കൂടെ ഒന്ന് നോക്കാം. ഹൗസ് ഫെഡിന്റെ വർഷം വളരെ എളുപ്പമാണ്. തൊട്ടടുത്ത വർഷം നിങ്ങൾ ഓർത്താൽ മതി. 1969 NCHFI, 1970 ഹൗസ് ഫെഡ്. ഹൗസ് ഫെഡ് എവിടെയാണ്? കൊച്ചിയാണല്ലേ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊച്ചിയിലാണ്. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മള് 2 ചോദ്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ്, NCHFIയുടെയും ഹൗസ് ഫെഡിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സും നമുക്ക് എക്സാമിന് എന്ത് ചെയ്യാം, ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദ സെക്യൂരിറ്റി ഫോർ ലോങ് ടൈം ലോൺസ് നോട്ട് ഇൻക്ലൂഡ്. താഴെ പറയുന്നവർ ലോങ് ടൈം ലോണിന്റെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തത് ആരൊക്കെയാണ്? മോർഗേജ് ഉണ്ട് അല്ലെ, മോർഗേജ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഉണ്ട്, പ്ലെഡ്ജ് ഓഫ് ഗുഡ്സ് ഉണ്ട്, ഹൈപ്പോത്തിക്കേഷൻ ഉണ്ട്. ഇതൊന്നുമല്ല, നൺ ഓഫ് ദി എബോവ്. അത് നമുക്ക് വേണ്ട അല്ലെ. നോക്കാം, ലോങ് ടൈം ലോൺ അല്ലെ. മോർഗേജ് എന്ന് പറയുന്നത് എന്താണ്? മോർഗേജ് നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് ലോൺ എടുക്കുന്നതാണ് അല്ലെ. അത് ഏത് കാറ്റഗറിയിൽ വരും? അതെല്ലാം മോർഗേജ് ലോൺ അല്ലെ, മോർഗേജിന്റെ കീഴിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അതായത് മോർഗേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഫോർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് നമ്മൾ ലാൻഡ് പോലെയുള്ള എന്താണ് സെക്യൂരിറ്റികൾ എന്താണ് ബാങ്കിൽ നമ്മൾ എന്താണ് കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ വായ്പ എടുക്കുന്നു. അത് എന്തിന്റെ കീഴിൽ വരും? മോർഗേജ് ലോണിന്റെ കീഴിൽ വരും അല്ലെ. ഇനി നമ്മൾ മൂവബിൾ അസറ്റുകളുടെ മേലും നമുക്ക് എന്ത് കിട്ടാറുണ്ട്? വായ്പ കിട്ടാറുണ്ട് കേട്ടോ. മൂവബിൾ അസറ്റിന്റെ കീഴിൽ നമുക്ക് വായ്പ കിട്ടാറുണ്ട്. ആ മൂവബിൾ അസറ്റ് ഒന്നുകിൽ അത് ഹൈപ്പോത്തിക്കേഷൻ ആവാം, അല്ലെങ്കിൽ അത് പ്ലെഡ്ജ് ആവാം. എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് അല്ലെ, ഹൈപ്പോത്തിക്കേഷനും പ്ലെഡ്ജും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പ്ലെഡ്ജ് നിങ്ങൾക്ക് ഓർക്കാൻ വളരെ എളുപ്പം ഞാൻ പറയാം. നമ്മൾ സ്വർണ്ണ പണയം വയ്ക്കുന്നില്ലേ, അതാണ് പ്ലെഡ്ജ്. നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഇപ്പം അതെല്ലാം എന്താണ് മൂവബിൾ ആയിട്ടുള്ള അസറ്റിന്റെ കീഴിൽ വരുന്നതല്ലേ. വെഹിക്കിൾസ്, ഈ ഗോൾഡ് എന്നൊക്കെ പറയുന്നത് മൂവബിൾ അസറ്റിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ പ്ലെഡ്ജ് എന്ന് പറയുന്നത് നിങ്ങൾ സ്വർണ്ണ പണയം എന്ന് ഓർത്താൽ മതി. എളുപ്പത്തിന് മനസ്സിലാക്കാൻ നിങ്ങൾ അങ്ങനെ ഓർത്താലും മതി. എന്താണ്, നമ്മളൊരു അസറ്റ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു, വയ്ക്കുന്നു, പ്ലെഡ്ജ് ചെയ്യുന്നു, അതിന്മേൽ നമ്മൾക്ക് എന്ത് കിട്ടുന്നു? ക്യാഷ് കിട്ടുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു എന്നാണോ ആ ഒരു ക്രെഡിറ്റ് നമ്മൾ മുഴുവനും അടച്ച് തീർക്കുന്നത്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അസറ്റ് നമ്മുടെ തിരിച്ച് നമുക്ക് അതിന്റെ ഫിസിക്കൽ കസ്റ്റഡി തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് എത്തും അല്ലേ. അതാണ് പ്ലെഡ്ജ് എന്ന് പറയുന്നത്.
എന്നാൽ ഹൈപ്പോത്തിക്കേഷൻ ഓൺ മൂവബിൾ അസറ്റ് എന്ന് പറയുമ്പോൾ ഹൈപ്പോത്തിക്കേഷനിൽ നമ്മൾ വെഹിക്കിൾസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെഹിക്കിൾസ് പണയപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുന്നു, പേപ്പേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ വായ്പ എടുക്കാറില്ലേ. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിന്റെ ഒരു ഫിസിക്കൽ കസ്റ്റഡി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ശരിക്കും അതിന്റെ ഫുൾ ഓണർഷിപ്പ് വരണമെങ്കിൽ നമ്മൾ ആ ഒരു തുക മുഴുവൻ അടച്ചു തീർന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്കതിന്റെ ഫുള്ള് റൈറ്റ് നമ്മളിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ. അപ്പൊ അതാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പ്ലെഡ്ജ് ഹൈപ്പോത്തിക്കേഷന്റെ ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇവിടെ നമ്മുടെ ചോദ്യം എന്താണ്, ലോങ് ടൈം ലോണിൽ ഇത് ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് അല്ലേ ചോദ്യം. അപ്പൊ ഏതാണ്, ഹൈപ്പോത്തിക്കേഷനും മോർഗേജും ഒക്കെ നമ്മൾ എന്താണ്, ഒരു ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഹൈപ്പോത്തിക്കേഷനും മോർഗേജും ഒക്കെ ലോങ് ടൈം പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഈ പ്ലെഡ്ജ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താണ്, അതൊരു ഷോർട്ട് ടൈം നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലെഡ്ജ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. പ്ലെഡ്ജ് എന്ന ഫെസിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, മൂവബിൾ അസറ്റിന്റെ കാറ്റഗറിയിൽ ആരൊക്കെ വരുന്നു, അതുപോലെ ഇമ്മൂവബിൾ അസറ്റിന്റെ കാറ്റഗറിയിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ബ്രിഡ്ജ് ലോൺസ് വിച്ച് ആർ പ്രൊവൈഡഡ് ടു ദ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഫോർ. ബ്രിഡ്ജ് ലോൺ എന്തിനാണ്, വാട്ട്സ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ് നോക്കാം. ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി, കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജസ് ആൻഡ് ബിൽഡിംഗ്, മീറ്റിംഗ് ഷോർട്ട് ടൈം അർജന്റ് നീഡ്സ്, മെർജിംഗ് വൺ ബാങ്ക് വിത്ത് അതർ. എന്താണ് ബ്രിഡ്ജ് ലോൺ? ബ്രിഡ്ജ് ലോൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിസിനസ് കൺസേൺ, അവർക്ക് ഒരു പുതിയൊരു പ്രോജക്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവർക്ക് ഹ്യൂജ് ക്യാപിറ്റൽ എന്ത് ചെയ്യണം, വേണം. തുടക്കം ഇനിഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അവർക്ക് വേണം. അപ്പോൾ അതിനവർ എന്ന് ഡിപ്പെൻഡ് ചെയ്യും, ഒന്നുകിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കുകൾ എന്ത് ചെയ്യും, അവർ സമീപിക്കും. അപ്പോൾ ബാങ്കുകൾ ആ ലോൺ സാങ്ഷൻ ആകുക അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഫണ്ട് സാങ്ഷനായി കിട്ടാൻ എന്തുണ്ട്, കുറച്ച് സമയമെടുക്കും അല്ലെ. കാരണം പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ സ്കോപ്പും കാര്യങ്ങളും അപ്രൈസലും ഒക്കെ നടത്തിയതിന് ശേഷം മാത്രമേ ആ ലോൺ സാങ്ഷൻ ആക്കി കൊടുക്കുകയുള്ളൂ അല്ലെ. അത്രയും വലിയൊരു പ്രോജക്റ്റ് വളരെ സ്പീഡപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ്, നമുക്ക് എന്താണ്, ബിസിനസ് ഫേമിന് തുടക്കം എന്താണ്, കുറച്ച് ഫണ്ട് അവരുടെ ബിസിനസ് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അത്രത്തോളം ആ ഒരു ഇനിഷ്യൽ ക്യാപിറ്റൽ ബാങ്ക് സാങ്ഷനായി കിട്ടുന്നത് വരെ ബിസിനസ് ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്കത് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. സോ ആ ഒരു ടൈം ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് ലോണുകൾ കൊടുക്കുന്നത്. സോ ആ ഒരു ടൈം ഗ്യാപ്പിൽ നിന്ന് കടന്നു പോകാൻ അവിടെയാണ് നമ്മൾ ആ ബ്രിഡ്ജിന്റെ മീനിങ് യൂസ് ചെയ്യേണ്ടത്. ആ ഒരു ടൈം ഗ്യാപ്പ് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് ബ്രിഡ്ജ് ലോണുകൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്നത്. സോ ദേ ക്യാൻ മീറ്റ് ദെയർ അർജന്റ് നീഡ്സ് അല്ലെ. അതുപോലെ ഒരു ഇമ്മീഡിയറ്റ് ഫണ്ട് അവിടെ നമുക്ക് കിട്ടും. സോ അത് കിട്ടി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എന്താണോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അതൊരു ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, അവിടെ നിന്നുള്ള ഫണ്ട് നമുക്ക് കിട്ടുന്നു. നമ്മുടെ ബിസിനസ് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനും സാധിക്കുന്നു. ഓക്കെ, അപ്പൊ ബിസിനസ് ഫേമുകൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഉള്ള വളരെ നല്ലൊരു ഫെസിലിറ്റിയാണ് എന്ത്, ബ്രിഡ്ജ് ലോൺ എന്ന് പറയുന്നത്. അപ്പൊ ബ്രിഡ്ജ് ലോണിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ ഇവിടെ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യുന്നത് അല്ലേ. കാരണം നമുക്ക് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഫണ്ട് അറേഞ്ച് ചെയ്യുകയാണ്. സോ അവിടെ നമുക്ക് എന്താണ്, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇതിൽ നിങ്ങൾക്ക് ആൻസർ കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കിക്കേ. ബ്രിഡ്ജ് ലോൺ എന്താണ്, വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആണോ? നമ്മൾ മീനിങ് പറഞ്ഞതനുസരിച്ച് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആണോ? ഇല്ല, നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലേ. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് ആണോ? അല്ല അല്ലെ. ബ്രിഡ്ജ് ലോൺ എന്ന് കരുതി അവിടെ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ബ്രിഡ്ജ് ആണോ? അല്ല. എന്താണ്, മീറ്റിംഗ് ഷോർട്ട് ടൈം അർജന്റ് നീഡ്സ് അല്ലെ. മീറ്റിംഗ് ഷോർട്ട് ടൈം അർജന്റ് നീഡ്സ്, മെർജിങ്ങും അല്ല അല്ലെ. ഇനി മറക്കത്തില്ലല്ലോ, ബ്രിഡ്ജ് ലോൺ എന്താണ്, നമുക്കൊരു ഇമ്മീഡിയറ്റ് ഫണ്ട് റിക്വയർമെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിഡ്ജ് ലോണുകൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് ബിസിനസ് പേഴ്സൺസിന് കൊടുക്കുന്നത്. ഓക്കെ, then capital adequacy is one of the pillars of dash norms for good governance. ഈ ക്യാപിറ്റൽ ആഡിക്വൻസി എന്ന് പറയുന്നത് താഴെ പറയുന്നതിൽ ഏതിൽ ഉൾപ്പെടുന്നതാണ്? IMF ആണോ, അതുപോലെ ബേസൽ നോംസ് ആണോ, അല്ലെങ്കിൽ ADB ആണോ, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള നോംസ് ആണോ എന്നുള്ളതാണ്. ആൻസർ എന്താണ്? ബേസൽ നോംസ് ആണ് കേട്ടോ. ബേസൽ നോംസ് ആണ്. ബേസൽ കമ്മിറ്റി 1974 കീഴിൽ വന്നതാണ് ബേസൽ നോംസ് എന്ന് പറയുന്നത്. അതൊരു ഇന്റർനാഷണൽ ബാങ്കിങ് റെഗുലേഷൻ ആണ് ബേസൽ നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ
ആൻസർ എന്താണ്? ക്യാപിറ്റൽ adequacy is one of the pillars of Basel norms for good governance. Okay. ചോദ്യം IFSC consists of total alphanumeric number of. IFSC യിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ഓപ്ഷൻ നോക്കാം. 10 ആണോ 11 ആണോ അതോ 9 ആണോ 12 ആണോ? എത്ര നമ്പേഴ്സ് ഉണ്ട് IFSC യിൽ? IFSC യിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 11 നമ്പേഴ്സ് ഉണ്ട് അല്ലേ? IFSC 11 നമ്പേഴ്സ് ഉണ്ട്. എന്താണ് IFSC? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. എന്താണ്? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ്. IFSC യുടെ എക്സ്പാൻഷനും നമുക്ക് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ് കേട്ടോ. IFSC ഇന്ത്യൻ ഫിനാൻഷ്യൽ, അപ്പൊ ഇന്റർനാഷണൽ എന്നൊക്കെ കാണും, ഇന്റർ സ്റ്റേറ്റ് എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ കൺഫ്യൂഷൻ വരരുത്. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ് IFSC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? 11 ആൽഫ ന്യൂമറിക് കോഡാണ് IFSCക്ക് ഉള്ളത്. അത് മാത്രം നമുക്ക് പഠിച്ചാൽ പോരാ. എന്താ അറിയാവോ? ഈ ഒരു 11 നമ്പറിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ്? ആദ്യത്തെ 4 നമ്പേഴ്സ് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ദെൻ 5th നമ്പർ എന്താണ്? 5th കേട്ടോ, 5th നമ്പർ എന്താണ്? അതുപോലെ ലാസ്റ്റ് 6th നമ്പർ എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യത്തെ 4 നമ്പർ എന്ന് പറയുന്നത് ബാങ്ക്, ആ ഒരു ബാങ്കിന്റെ പേരായിരിക്കും മെൻഷൻ ചെയ്യേണ്ടത്. SBI ആണെങ്കിൽ SBI, ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്ക് കേട്ടോ. ദെൻ 5th നമ്പർ എന്ന് പറയുന്നത് ഓൾവൈസ് 0 ആയിരിക്കും. 5th നമ്പർ എങ്ങനെയായിരിക്കും? ഓൾവൈസ് 0 ആയിരിക്കും. ഇനി ലാസ്റ്റത്തെ 6 നമ്പർ കേട്ടോ, ലാസ്റ്റത്തെ 6 നമ്പേഴ്സ് ആണ്. 6th അല്ല, ലാസ്റ്റത്തെ 6 നമ്പേഴ്സ് എന്തിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നു? ബ്രാഞ്ചിന് റെപ്രസെന്റ് ചെയ്യുന്നു. കൺസേൺഡ് ബ്രാഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ IFSC പഠിക്കുമ്പോൾ അതിന്റെ ഫുൾ ഫോം പഠിക്കുക. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ്. എന്താണ്? 11 ആൽഫ ന്യൂമറിക് കോഡാണ് അതിലുള്ളത്. അതിൽ ആദ്യത്തെ 4 ബാങ്കിനെ റെപ്രസെന്റ് ചെയ്യുന്നു. 5th ഓൾവൈസ് 0 ആയിരിക്കും 5th നമ്പർ. ദെൻ അവസാനത്തെ 6 നമ്പർ ബ്രാഞ്ചിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്തിനാണ് ഈ ഒരു IFSC ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡ് RBI ഇത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? നമുക്കിവിടെ കൺസേൺഡ് ബ്രാഞ്ചിനെ മനസ്സിലാക്കുക. അതൊരു പേയ്മെന്റ് നമ്മൾ നടത്തുന്നു, അപ്പൊ അതിന്റെ ഒരു സോഴ്സ്, ഫിനാൻഷ്യൽ സോഴ്സ് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നു അല്ലെ. നമ്മളിപ്പോൾ ഓൺലൈൻ പേയ്മെന്റുകൾ ഉണ്ടല്ലോ, നെഫ്റ്റ് പോലെ ഉള്ളതും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന അതർ ഓൺലൈൻ പേയ്മെന്റുകളൊക്കെ എന്താണ്? എന്തിന്റെ ഹെൽപ്പോടു കൂടെയാണ് നടക്കുന്നത്? IFSCയുടെ സപ്പോർട്ട് കൂടെയാണ് അല്ലെ. അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ആ ഒരു സോഴ്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ IFSC ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം കോഡാണ്. അതിന്റെ ടോട്ടൽ എത്ര ആൽഫ ന്യൂമറിക് ഉണ്ട്, അതുപോലെ തന്നെ അതിനെ സ്പ്ലിറ്റ് ചെയ്തും മനസ്സിലാക്കി വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ലോൺ ഈസ് കോൾഡ്. ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടൈം ലോൺ. ഷോർട്ട് ടൈം ലോൺ ഡീൽ ചെയ്യുന്ന മാർക്കറ്റുകളെ നമുക്ക് എന്ത് വിളിക്കാം? ക്യാപിറ്റൽ മാർക്കറ്റ് ആണോ? ബിൽ മാർക്കറ്റ് ആണോ? അക്സെപ്റ്റൻസ് മാർക്കറ്റ് ആണോ? അതോ മണി മാർക്കറ്റ് ആണോ? ഏതാണ്? ഷോർട്ട് ടൈം ലോൺ അല്ലെ. ഈ ഷോർട്ട് ടൈം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ആരിലേക്ക് പോകാം? മണി മാർക്കറ്റിലേക്ക് പോകാം അല്ലേ. കാരണം നമുക്ക് മാർക്കറ്റ് എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയാണ്? ഷോർട്ട് ടൈം ഡീൽ ചെയ്യുന്നു. ഷോർട്ട് ടൈം ലോൺസുകൾ എവിടെ ഡീൽ ചെയ്യുന്നു? ഷോർട്ട് ടൈം സെക്യൂരിറ്റീസുകൾ എവിടെ ഡീൽ ചെയ്യുന്നു? മണി മാർക്കറ്റിൽ. അതുപോലെ തന്നെ ലോങ് ടൈം സെക്യൂരിറ്റീസുകൾ എവിടെ ഡീൽ ചെയ്യുന്നു? ക്യാപിറ്റൽ മാർക്കറ്റ്. ഇവിടെ ചോദ്യം ഷോർട്ട് ടൈം മാറി ലോങ് ടൈം ആയിരുന്നുവെങ്കിൽ നമ്മൾ ആർക്ക് ഉത്തരം കൊടുത്തേനെ? ക്യാപിറ്റൽ മാർക്കറ്റ് മാർക്ക് ചെയ്തേനെ അല്ലേ. എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? അതെ, അതിൻ്റെ ഒരു പീരീഡ്, സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്ന പീരീഡ് വ്യത്യാസമാണ്. അതുമാത്രമല്ല ഇവരുടെ റെഗുലേറ്റിംഗ് അതോറിറ്റിയും വ്യത്യസ്തമാണ്. മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. മണി മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. എന്നാൽ ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? SEBI ആണ്. സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെ. SEBI ആണ് എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇപ്പൊ ഷോർട്ട് ടൈം ലോൺ അതാണ് മണി മാർക്കറ്റ്. അപ്പം ഈ ഷോർട്ട് ടൈം ലോൺ അല്ലെങ്കിൽ ഷോർട്ട് ടൈം സെക്യൂരിറ്റീസുകളിൽ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഷോർട്ട് ടൈം സെക്യൂരിറ്റീസുകൾ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? നമുക്ക് കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് പറയാം
എന്താണ് ഇന്റർ ബാങ്ക് ഡെപ്പോസിറ്റുകൾ പറയാം, ട്രഷറി ബിൽസുകൾ പറയാം. ഇതെല്ലാം നമുക്ക് എവിടെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്? മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന സെക്യൂരിറ്റീസുകളാണ് അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റിൽ എങ്ങനെയായിരിക്കും അല്ലെ? ടൈപ്പ് ഓഫ് ഷെയർസ് ഉണ്ടായിരിക്കും. ഡിബഞ്ചേഴ്സ്, ബോൺസുകളൊക്കെ എവിടെയാണ്? ക്യാപിറ്റൽ മാർക്കറ്റിലായിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു പീരീഡ് മാത്രമല്ല, ഏതൊക്കെ ടൈപ്പ് സെക്യൂരിറ്റീസുകൾ ഏതൊക്കെ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, എക്സ്പാൻഡ് CTS. എന്താണ് CTS? നോക്കാം. ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ആണോ, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ആണോ, കമ്പ്യൂട്ടർ ട്രാൻസാക്ഷൻ സോഫ്റ്റ്വെയർ ആണോ, ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ആണോ? എന്താണ് CTS? എളുപ്പമുള്ള ചോദ്യമല്ലേ, എല്ലാവർക്കും അറിയാമെന്നുള്ള ചോദ്യമായിരിക്കും അല്ലേ ഇത്. ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം കേട്ടോ. ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം ആണ് CTS എന്ന് പറയുന്നത്. ഇത് 2008 കേട്ടോ. 2008 ഫെബ്രുവരി 2008 CTS എന്ത് ചെയ്തത്? RBI കൊണ്ടുവന്നത് 2008 ഫെബ്രുവരി 2008. എന്നാൽ ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം RBI പ്രിസ്ക്രൈബ് ചെയ്തത് 2010 കേട്ടോ. എന്താണ്? CTSന്റെ സ്റ്റാൻഡേർഡ് ഫോം RBI പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഏത് വർഷമാണ്? 2010 കേട്ടോ. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് ഉത്തരം കണ്ടെത്തുക. എന്താണ് വന്ന വർഷവും ചോദിക്കാം, അത് RBI സ്റ്റാൻഡേർഡ് നോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? അപ്പോ CTS ചെക്ക് ട്രാൻസാക്ഷൻ സിസ്റ്റം വന്നത് ഫെബ്രുവരി 2008. RBI അതിനൊരു സ്റ്റാൻഡേർഡ് ഫോം പ്രിസ്ക്രൈബ് ചെയ്തത് 2010. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് കാർഡ് ഈസ് ഇഷ്യൂഡ് ബൈ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നമുക്കതിനെ എങ്ങനെ വിളിക്കാം? നാഷണൽ NPCI അല്ലെ, നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേട്ടോ. അപ്പം NPCIയുടെ കീഴിലുള്ള കാർഡ് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. വിസ ഡെബിറ്റ് കാർഡ്, മാസ്റ്റർ ഡെബിറ്റ് കാർഡ്, റുപേ ഡെബിറ്റ് കാർഡ്, മാസ്ട്രോ ഡെബിറ്റ് കാർഡ്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. എന്താണ് NPCIയുടെ കീഴിലുള്ള ഡെബിറ്റ് കാർഡ്? ഏതാണ്? റുപേ ഡെബിറ്റ് കാർഡ് ആണ് കേട്ടോ. NPCI 2008 NPCI നിലവിൽ വരുന്നത്. 2008 NPCI നിലയിൽ വന്നത്. NPCIയുടെ ആക്ട് എന്ന് പറയുന്നത് 2007 കേട്ടോ. NPCI ആക്ട് 2007 അത് നിലവിൽ വരുന്നത് 2008 കേട്ടോ. ഇനി റുപേ ഡെബിറ്റ് കാർഡ് NPCI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് വർഷമാണെന്ന് അറിയാവോ? 2012 കേട്ടോ. റുപേ ഡെബിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? NPCI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2012. എന്നാൽ അതിന്റെ ഒരു ഫുൾ ആപ്ലിക്കേഷൻ ലെവൽ അത് ഇന്ത്യ യൂസ് ചെയ്ത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ 2014 മുതലാണ് കേട്ടോ. 2014 മുതലാണ് അത് ഫുൾ ഫ്ലെഡ്ജിൽ അത് എന്ത് ചെയ്തത്? അത് പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിച്ചത് 2014 മുതലാണ്. 2014 ഓൺവേർഡ്സ് ആണ്. പക്ഷെ വെൻ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് എന്നുള്ള ഇതിന് നമുക്ക് ഉത്തരം എന്ത് പറയാം? 2012 പറയാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കേ. NPCI എന്താണ്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാർഡ് ഏതാണ്? റുപേ ഡെബിറ്റ് കാർഡ് ആണ്. ഏത് വർഷം? 2012. ഓക്കെ അല്ലേ? The NBFC are allowed to accept public deposit for a maximum period of NBFC non-banking financial companies അല്ലെ. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസുകൾ എന്താണ്? പബ്ലിക് ഡെപ്പോസിറ്റ് എന്താണ് കൊടുക്കുന്നതിന്റെ മാക്സിമം പീരീഡ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. എത്രയാണ്? 12 മാസമാണോ, 48 മാസമാണോ, 72 മാസമാണോ, 60 മാസമാണോ? ആൻസർ എന്താണ്? ഓർത്തിരിക്കണേ, 60 മാസത്തേക്കാണ് കേട്ടോ. 60 മാസത്തേക്കാണ്. ഈ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് എന്താണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ബേസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒന്നാണ് കേട്ടോ NBFC എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എന്താണ്? പബ്ലിക് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നതിന്റെ മാക്സിമം പീരീഡ് എന്ന് പറയുന്നത് 60 മാസമാണ്. The rate of interest in the call money market is determined by ആരാണ്? കോൾ മണി മാർക്കറ്റിന്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരെന്നാണ്? കോൾ മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? കോൾ മണി മാർക്കറ്റ് എവിടെ വരുന്നു? അതെ, പേരിൽ തന്നെ ഉണ്ടല്ലേ, മണി മാർക്കറ്റിനകത്ത് വരുന്നതാണ്. അപ്പൊ അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? RBI ആണോ, ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണോ, സെബി ആണോ, അതോ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ആണോ? അപ്പൊ നമുക്ക്
സെബി അല്ല. കാരണം നമ്മൾ പറഞ്ഞു മണി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ RBI യുടെ ഇന്റർവെൻഷൻ ആണുള്ളത്. അപ്പൊ സെബി നമുക്കല്ല. ഇന്ത്യൻ ബാങ്കിങ് അസോസിയേഷനും നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം. വിത്തൗട്ട് എനി ഡൗട്ട് നമുക്കത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ മുന്നിലുള്ളത് ഇവർ രണ്ടുപേരുമാണ് അല്ലെ, ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണോ RBI ആണോ, നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ ഇവിടെ ഓർക്കണേ, കോൾ മണി മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സിന്റെ എന്താണ് കീഴിലായിരിക്കും അത് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത് കേട്ടോ. ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണ് ആൻസർ. ഓക്കെ, അത് റെഗുലേറ്റിംഗ് RBI ആണെങ്കിലും അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്, ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അടുത്ത ചോദ്യം, the drawer of a check is mentioned the date subsequent to the date on which it is drawn. അല്ലേ, ഇവിടെ ഒരു ചെക്ക് ഡ്രോൺ ചെയ്തു, പക്ഷെ ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സബ്സിക്വന്റ് ഡേറ്റ്. എന്താണ് സബ്സിക്വന്റ് ഡേറ്റ് എന്ന് വെച്ചാൽ വരാൻ പോകുന്ന ഒരു ദിവസമാണ് അത് എന്ത് ചെയ്യുന്നത്, ഒരു കമ്മിങ് ഡേ ആണ് ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നു എങ്കിൽ താഴെ പറയുന്നതിൽ ഏത് ടൈപ്പ് ചെക്കിൽ നമുക്കത് ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയില്ലേ? സബ്സിക്വന്റ് ഡേറ്റ്, വരാൻ പോകുന്ന ഒരു ദിവസമാണ് ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓപ്ഷൻ ഏതൊക്കെയാണ്? പ്രീ ഡേറ്റഡ് ചെക്ക് ഉണ്ട്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഉണ്ട്, സ്റ്റെയിൽ ചെക്ക് ഉണ്ട്, നൺ ഓഫ് ദീസ്. നോക്കാം. നമുക്ക് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, എന്താണ് ഓരോ ടൈപ്പ് ഓഫ് ചെക്ക് എന്നുള്ള ചെറിയൊരു ഇൻഫർമേഷൻ പറയാം. ഇപ്പോ ഞാന് നവംബർ 16 ഞാനൊരു ചെക്ക് ഡ്രോൺ ചെയ്യുന്നു. ഓർക്കുക, നവംബർ 16 ഞാനൊരു ചെക്ക് ഡ്രോൺ ചെയ്യുന്നു. എന്നാൽ ഞാൻ ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 2 ആണ്. ഞാൻ ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഡിസംബർ 2 ആണ്. ഞാനിത് ഡ്രോൺ ചെയ്യുന്നത് നവംബർ 16 ആണ്. എന്നാൽ ഞാൻ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 2 ആണ്. എങ്കിൽ നമുക്ക് എന്ത് ടൈപ്പ് ചെക്ക് എന്ന് പറയാം? ഇത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് പറയാം. എന്താ കാരണം? വരാൻ പോകുന്ന ഒരു ദിവസമാണ് ഞാൻ ആ ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? ദ ഡേറ്റ് സബ്സിക്വന്റ് ടു ദ ഡേറ്റ് അല്ലെ, വിച്ച് ഇറ്റ് ഈസ് ഡ്രോൺ അല്ലെ. അപ്പോ ഞാൻ വരാൻ പോകുന്ന ഒരു ഡേറ്റ് ആണ്, സോ അത് പോസ്റ്റ് ഡേറ്റഡ് ആണ്. എന്നാൽ ഞാൻ ഒക്ടോബർ 20 ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ അതെന്താണ്? പ്രീ ഡേറ്റ് അഥവാ ആന്റി ഡേറ്റഡ് ചെക്ക് ആണ്. പ്രീ ഡേറ്റ് അഥവാ ആന്റി, കഴിഞ്ഞു പോയ ഒരു ദിവസമാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, ചെക്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് എന്ത് കാറ്റഗറിയിൽ ഉൾപ്പെടും? പ്രീ ഡേറ്റഡ് ചെക്കിൽ ഉൾപ്പെടും. ഇതെന്താണ്? ഡിസംബർ 2 എങ്കിൽ വരാൻ പോകുന്നതാണ്, അതുകൊണ്ട് അത് എന്താണ്? പോസ്റ്റ് ഡേറ്റഡ്. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. പ്രീ ഡേറ്റഡും അതുപോലെ തന്നെ പോസ്റ്റ് ഡേറ്റഡും. ഓക്കെ, നമ്മുടെ ചെക്കിന്റെ കാലാവധി എന്ന് പറയുന്നത് കറന്റ്ലി ഇപ്പൊ എത്രയാണ്? 3 months ആണ് അല്ലെ. 3 months ആണ് അല്ലെ. നമുക്ക് 6 months ആയിരുന്നു ഫസ്റ്റ് ഏപ്രിൽ 2012 കേട്ടോ. ഫസ്റ്റ് ഏപ്രിൽ 2012 ഓൺവേർഡ്സ് എന്ത് ചെയ്തു? RBI 6 months is reduced to 3 months അല്ലെ. 6 മാസം നമുക്ക് എന്തായിട്ട് കുറച്ചു? 3 മാസമായിട്ട് കുറച്ചു. ഫസ്റ്റ് ഏപ്രിൽ 2012 ഓൺവേർഡ്സ് അത് 3 മാസമായിട്ട് കുറച്ചു. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡൗട്ട് തോന്നും, പ്രീവിയസ് ഡേറ്റ് എഴുതാമോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മന്ത് എഴുതാമോ എന്ന് ചോദിച്ചാൽ എഴുതാം. കാരണം ഒരു ചെക്കിന് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാസം എത്ര മാസം സർക്കുലേറ്റ് ചെയ്യാം? 3 months സർക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞു പോയതാണെങ്കിലും കുഴപ്പമില്ല, ഇനി വരാൻ പോകുന്ന ഒരു ഡേറ്റ് ആണെങ്കിലും പ്രശ്നമല്ല. ബട്ട് 3 months കൂടുതൽ സർക്കുലേറ്റ് ചെയ്താൽ അതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ഇനി മറക്കത്തില്ലല്ലോ എന്താണ് പ്രീ ഡേറ്റഡ്, എന്താണ് പോസ്റ്റ് ഡേറ്റഡ്. നമ്മൾ ഡ്രോൺ ചെയ്യുന്നതിന് ശേഷവും ഡ്രോൺ ചെയ്യുന്നതിന് മുമ്പുള്ള ഡേറ്റും നമുക്കിടാം. മുമ്പാണെങ്കിൽ അത് പ്രീ ഡേറ്റ്, ശേഷമാണെങ്കിൽ അത് പോസ്റ്റ് ഡേറ്റഡ്. ക്ലിയർ അല്ലേ? ഇനി നിങ്ങൾ ഒന്നും കൂടെ നമുക്ക് ആ ചോദ്യം വായിക്കാം. The drawer of a check is mentioned the date subsequent to the date which it is drawn. അല്ലെ, ഡ്രോൺ ചെയ്തതിനേക്കാളും സബ്സിക്വന്റ് ഡേറ്റ്. എന്താണ് ആൻസർ? നമ്മുടെ ആൻസർ എന്താണ്? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അല്ലെ. നമ്മുടെ ആൻസർ എന്താണ്? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക്. അപ്പൊ നമ്മൾ പ്രീ ഡേറ്റഡ് ആന്റി ഡേറ്റഡ് ഒക്കെ ഒന്നാണ്, അത് നമ്മൾ പഠിച്ചു. സ്റ്റെയിൽ ചെക്ക്,
സ്റ്റെയിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ അതായത് ഓൾറെഡി ശരിക്കും നമുക്ക് 11 ടൈപ്സ് ഓഫ് ചെക്ക്, അതിന്റെ ഒരു ടോട്ടൽ നമ്പർ ഓഫ് ചെക്കിന് ഇപ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്നാലും നമ്മൾ എന്താണ് CSEB-യുടെ അതനുസരിച്ച് 11 ടൈപ്പ് ഓഫ് ചെക്ക് നമുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ അതിലുള്ള മറ്റൊന്നാണ് സ്റ്റെയിൽ ചെക്ക് എന്ന് പറയുന്നത്. സ്റ്റെയിൽ ചെക്ക് എന്താണ്? ഞാൻ പറഞ്ഞു ചെക്കിന്റെ വാലിഡിറ്റി 3 മാസമാണെന്ന് പറഞ്ഞു അല്ലെ. ഒരു 3 മാസത്തിൽ കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ചെക്കുകൾ അതിന്റെ വാലിഡിറ്റി നഷ്ടപ്പെടും. നമുക്കവയെ സ്റ്റെയിൽ ചെക്കുകൾ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, demonetization of bank notes 500 and 1000 was announced on. നോട്ട് നിരോധനം അല്ലെ, നമുക്ക് കേൾക്കുന്നതാണ് നോട്ട് നിരോധനം. അപ്പൊ 500-ന്റെയും 1000 രൂപയുടെയും നോട്ടുകൾ നിരോധിച്ചത് ഏത് വർഷമെന്നാണ് ചോദ്യം. ഏത് വർഷമാണ്, ഏത് ഡേറ്റ് ആണ്? 2016 നവംബർ 18 ഉണ്ട്, 2018 നവംബർ 8 ഉണ്ട്, 2016 നവംബർ 28 ഉണ്ട്, 2016 നവംബർ 8 ഉണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. എന്താണ്? 2016 നവംബർ 8-നാണ് എന്ത് നമ്മുടെ എന്താണ് ഡിമോണിറ്റൈസേഷൻ ഓഫ് ബാങ്ക് നോട്ട്സ്. ഏതൊക്കെ? 500 and 1000. ഇത് രണ്ടും ഡിമോണിറ്റൈസ് ചെയ്തത് 2016-ലാണ്. ഏത് മാസം? നവംബർ 8-നാണ് നിരോധിച്ചത്. ശരിക്കും ഇത് 3-ാം ഘട്ടമായിരുന്നു. ഡിമോണിറ്റൈസേഷന്റെ 3rd സ്റ്റേജ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഡിമോണിറ്റൈസേഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏത് വർഷമാണെന്ന് അറിയാവോ? 1946-ലായിരുന്നു കേട്ടോ. 1946 ജനുവരി 12 1946-ലാണ് ഫസ്റ്റ് ഡിമോണിറ്റൈസേഷൻ. സെക്കൻഡ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നതും ഇറ്റ്സ് ഓൾസോ എന്താണ് ജനുവരി തന്നെയാണ്. ജനുവരി 16 1978-ലാണ് രണ്ടാമത്തെ ഡിമോണിറ്റൈസേഷൻ കേട്ടോ. മൂന്നാമത്തേത് ഏത് വർഷമാണ്? 2016. അതാണിപ്പോ നമ്മൾ നോക്കിയത്. 500,000 ഡിമോണിറ്റൈസ് ചെയ്തത് കേട്ടോ. അപ്പൊ ഈ ഡിമോണിറ്റൈസേഷന്റെ ഈ ഒരു 3 സ്റ്റേജുകൾ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ചോദ്യം, ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ്. ബിസിനസ് പേഴ്സണിന് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഏതെന്നുള്ളതാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, റെക്കറിംഗ് ഉണ്ട്, കറണ്ട് ഉണ്ട്, സേവിങ് ഡെപ്പോസിറ്റ് ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആയിരിക്കും അല്ലെ. എപ്പോഴും നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താണ്? കറണ്ട് ഡെപ്പോസിറ്റ് ആണ് അല്ലെ. കറണ്ട് ഡെപ്പോസിറ്റ് മറ്റൊരു പേരെന്താണ്? ഡിമാൻഡ് ഡെപ്പോസിറ്റ്. കറണ്ട് ഡെപ്പോസിറ്റിന്റെ മറ്റൊരു പേര് ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് അത് ബിസിനസ് പേഴ്സണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്? അവിടെ ഒരു വിഡ്രോവൽ ലിമിറ്റ് ഒന്നും ഇല്ല അല്ലെ. വിഡ്രോവൽ ലിമിറ്റ് ഇല്ല. നമുക്ക് എപ്പോൾ വേണോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം അല്ലെ. റെസ്ട്രിക്ഷൻസ് മറ്റു ഡെപ്പോസിറ്റുകളെ പോലെ അവിടെ ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ബിസിനസ് പേഴ്സൺ അത് ഡീൽ ചെയ്യാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റികൾ കൊടുക്കുന്നത് ഏത് ടൈപ്പ് അക്കൗണ്ടുകൾക്കാണ്? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റികൾ കൊടുക്കുന്നത് കറണ്ട് ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റികൾ കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ഇതിലൊരു എന്താണ് ഒരു നെഗറ്റീവ് സൈഡ് എന്താണ്? കറണ്ട് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് എന്ത് ഇല്ല? ബാങ്കുകൾ എന്ത് കൊടുക്കത്തില്ല? ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യത്തില്ല അല്ലെ. കാരണം ആ ഒരു ഫണ്ട് അവിടെ ബാങ്കിൽ എന്ത് ചെയ്യുന്നില്ല, അവർക്കൊരു ബാങ്കിങ് ബിസിനസിന് വേണ്ടിയിട്ട് ആ ഫണ്ട് അവർ എന്ത് ചെയ്യുന്നില്ല, യൂസ് ചെയ്യുന്നില്ല അല്ലെ. അപ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ആർക്ക് കിട്ടുന്നില്ല? കറണ്ട് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സിന് അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നില്ല. ഇനി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ആർക്കായിരിക്കും? ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് അല്ലെ. ഫിക്സഡ് ഡെപ്പോസിറ്റിനാണ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് അവിടെ കിട്ടുന്നത് കേട്ടോ. ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ മറ്റ് കാര്യങ്ങളും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഹോൾഡേഴ്സുകൾക്ക് എന്തില്ല? ചെക്കോ ATM ഫെസിലിറ്റികളോ കൊടുക്കുകയില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കണേ. അപ്പോൾ മോസ്റ്റ് സ്യൂട്ടബിൾ ഡെപ്പോസിറ്റ് സ്കീം ഫോർ ട്രേഡേഴ്സ് ഏതാണ്? കറണ്ട് ഡെപ്പോസിറ്റ്. അടുത്ത ചോദ്യം, the document drawn by the debtor contains unconditional undertaking to pay the money to the creditor. അല്ലെ, നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഏരിയ ആണ് അല്ലെ ഈ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ചെക്ക്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്, അത് ആര് ഡ്രോൺ ചെയ്യുന്നു, ആര് റിസീവ് ചെയ്യുന്നു, ആര് സൈൻ ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ബാങ്കിങ്ങിൽ ഉറപ്പായും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഡോക്യുമെന്റ് ഡ്രോൺ ബൈ ദ ഡെറ്റർ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ ആദ്യത്തെ ഈ ഒരു ലൈൻ മാത്രം മതി. എ ഡോക്യുമെന്റ് വിച്ച് ഡ്രോൺ ബൈ ദ ഡെറ്റർ. ഡെറ്റർ ഡ്രോൺ ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണ്? വിത്തൗട്ട് എനി ഡൗട്ട് പറയാം,
പ്രോമിസറി നോട്ടാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കിത് മനസ്സിലാക്കാന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ ഓരോന്നിനെ പറ്റിയും ഓരോ ഇൻസ്ട്രുമെന്റുകളെ പറ്റിയും നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം. ഒരു ഡോക്യുമെന്റ് ഡ്രോൺ ചെയ്യുന്നത് ഡെറ്റർ ആണ് എങ്കിൽ അത് പ്രോമിസറി നോട്ടും, ഒരു ഡോക്യുമെന്റ് ഡ്രോൺ ചെയ്യുന്നത് ക്രെഡിറ്റർ ആണെങ്കിൽ അത് ബിൽ ഓഫ് എക്സ്ചേഞ്ചും ആയിരിക്കും. ക്രെഡിറ്റർ ഡ്രോൺ ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഡെറ്റർ ഡ്രോൺ ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണ്? പ്രോമിസറി നോട്ട്. ഓക്കെ, ഇതിൽ രണ്ടിനും കുറെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ പറയാം. പ്രോമിസറി നോട്ടില് അക്സെപ്റ്റൻസ് വേണോ? അക്സെപ്റ്റൻസ് വേണ്ട. പ്രോമിസറി നോട്ടിൽ എന്താണ്? ഡെറ്റർ തന്നെ പ്രോമിസ് ചെയ്യുവാണ് ഞാൻ പേ ചെയ്യാം. അപ്പൊ അവിടെ ഒരു അക്സെപ്റ്റൻസിന്റെ ആവശ്യകതയില്ല. അപ്പോൾ എന്താണ്? പ്രോമിസറി നോട്ടില് അക്സെപ്റ്റൻസ് വേണ്ട. എന്നാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്താണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ അക്സെപ്റ്റൻസ് വേണം. ക്രെഡിറ്റർ എഴുതി തയ്യാറാക്കുന്ന ഡോക്യുമെന്റ് ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ചെയ്തിരിക്കണം? അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അക്സെപ്റ്റൻസ് എന്നുള്ളത് പ്രോമിസറി നോട്ടിന് നിർബന്ധമല്ല കേട്ടോ. അതുപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡ്രോയറും പേയും സെയിം പേഴ്സൺ ആകുന്ന ഡോക്യുമെന്റ് ഏതാണ് കേട്ടോ. ഡ്രോയറും പേയും സെയിം പേഴ്സൺ ആവുന്ന ഡോക്യുമെന്റ് ഏതാണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് അല്ലെ. ആർക്കാണോ അവിടെ ക്യാഷ് കിട്ടാനുള്ളത് അയാൾ തന്നെയാണ് ആ ഡോക്യുമെന്റ് അവിടെ എഴുതി തയ്യാറാക്കുന്നത് അല്ലെ. മോസ്റ്റ് ഓഫ് ദ ടൈമും എന്ത് തന്നെയാണ്? ഡ്രോയറും പേയും സെയിം പേഴ്സൺ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സുകൾ ഈ NA ആക്ടിന്റെ കീഴിൽ എന്തുണ്ട്? ഇൻസ്ട്രുമെന്റുകളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി NA ആക്ട് 1881 എവിടെയാണ് പ്രോമിസറി നോട്ട് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 4 പ്രോമിസറി നോട്ട് പറഞ്ഞിരിക്കുന്നത്. 5 ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞിരിക്കുന്നത്. 6 ചെക്ക്, ക്രോസ് ടു ചെക്ക് അല്ല, സ്പെഷ്യൽ ക്രോസിംഗ്, ജനറൽ ക്രോസിംഗിന് വേറെ സെക്ഷനുകളുണ്ട്. ചെക്ക് മെൻഷൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 6. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ ഒന്നും കൂടി, ഡോക്യുമെന്റ് ഡ്രോൺ ചെയ്യുന്നത് ഡെറ്റർ ആണെങ്കിൽ ആരായിരിക്കും? പ്രോമിസറി നോട്ട്. അത് ക്രെഡിറ്റർ ആണ് എങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇത് മാത്രം പഠിച്ചാൽ പോരാ, ഡീറ്റെയിൽ ആയിട്ട് അതിൽ വരുന്ന പാർട്ടീസുകളും അതിന്റെ കണ്ടീഷൻസുകളും മനസ്സിലാക്കി വെച്ചിരിക്കുക.